റബ്ബർ മേഖലയിലെ പ്രതിസന്ധി. കനിവ് റബ്ബർ ടാപ്പേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് കോട്ടയത്ത് നടന്നു. വർഷങ്ങളായി റബ്ബർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റബ്ബർ വിലയിടിവ്, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക, 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ അനുവദിക്കുക, ടാപ്പിംഗ് ഇടവേളകളിൽ പ്രത്യേക പാക്കേജ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. റബ്ബർ കർഷകർക്കിടയിലെ ബുദ്ധിമുട്ടുകളെപ്പറ്റിയും അവർക്ക് വേണ്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങളെപ്പറ്റിയും ഉദ്ഘാടകനും KRTA സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ അൽബക്കർ ന്യൂടോക്സിനോട് സംസാരിച്ചു. വർഷങ്ങളായി റബ്ബർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റബ്ബർ വിലയിടിവിനെതിരെയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിനെതിരെയുമാണ്. കാലാകാലങ്ങളായി റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നമ്മളോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാലാകാലങ്ങളായി റബ്ബർ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുകയോ അവർക്ക് ടാപ്പിംഗ് ഇടവേളകളിൽ പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുകയോ യാതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റബ്ബർ വിലയിടിവ് നല്ല ശക്തമായ രീതിയിൽ വിലയിടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റബ്ബർ ബോർഡ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കേന്ദ്ര സർക്കാരോ നമ്മുടെ കേരള സർക്കാരോ യാതൊന്നും ചെയ്യുന്നില്ല. രാത്രി അസമയങ്ങളിൽ ഇഴജന്തുക്കളെയും വന്യമൃഗങ്ങളെയും ഭയപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്ന ഞങ്ങൾക്ക് യാതൊരുവിധ സഹായവും ഒരു സ്ഥാപനങ്ങളിൽ നിന്നും ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. ഇതിനെതിരെയാണ് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇന്ന് നടക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12 ജില്ലകളിൽ നിന്നായി 400ഓളം KRTA പ്രവർത്തകരും റബ്ബർ തൊഴിലാളികളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. നാഗമ്പടത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കോട്ടയം റബ്ബർ ബോർഡ് ഹെഡ് ഓഫീസിൽ എത്തിച്ചേർന്നു. ന്യൂടോക്സ് കോട്ടയം.